ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 10,000 അടി ഉയരത്തിലുള്ള ടിറ്റ്ലിസ് പർവ്വതത്തിലേക്കുള്ള യാത്രയുടെ രണ്ടാം ഭാഗമാണിത്. ബേണിൽ നിന്നും ലൂസേൺ വഴി ഏഞ്ചൽബർഗ് എത്തിയാലാണ് ടിറ്റ്ലിസ് പർവ്വതത്തിലേക്ക് കയറാൻ പറ്റുക. ബേണിൽ നിന്നും ലൂസേണിലേക്കുള്ള യാത്രയിൽ സിഗ്നോ മുതൽ ഓൾഹൂസൻ വരെയുള്ള ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾഹൂസൻ മുതൽ ലൂസൻ വരെയുള്ള കാഴ്ചകളാണ്. ഇവിടെയും മനോഹരമായ മലഞ്ചെരിവുകളും പുൽമേടുകളും അരുവികളും ലൂസേൺ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശവുമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വീഡിയോയിൽ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ സ്ഥലത്തിൻ്റെയും പ്രകൃതി ദൃശ്യങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ബെനീസ് വ്ലോഗ്സിൻ്റെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബാക്കി റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിനൊരു വളർച്ച കിട്ടാൻ വേണ്ടിയുള്ളൊരു സഹായിക്കുക. യാത്രയുടെ അനുഭവം എപ്പോഴും അന്യോന്യമായ അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഓരോ യാത്രയും ഒരു കഥയാവുന്നു. ഓരോ രംഗവും പുതിയ അനുഭവങ്ങളായി മാറുന്നു. സിസിലെ ഓൾഹൂസൻ മുതൽ ലൂസേൺ വരെ നടത്തപ്പെടുന്ന ട്രെയിൻ യാത്രയുടെ അനുഭവം സിസിൻ്റെ പ്രകൃതി മനോഹാരിതയും സമൃദ്ധമായ സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഒരു അനുഭവമാണ്. ഈ യാത്രയിൽ മനോഹരമായ പ്രകൃതി രംഗങ്ങൾ, നഗരത്തിൻ്റെ ഹരിതവും ശാന്തവുമായ അന്തരീക്ഷം എല്ലാം ചേർന്ന് ഒരനുഭവമായി മാറുന്നു. പുറകിൽ കുന്നിൻചെരിവുകളും മരങ്ങളും മരക്കൂട്ടങ്ങളും അതിൻ്റെ ഇടയിൽ പുൽമേടുകളും താഴ്വാരങ്ങളിൽ നിറയെ പുൽമേടുകളും ഇടയ്ക്കിടയ്ക്കിടെ വീടുകളും അവയെ കണക്ട് ചെയ്തിട്ടുള്ള വഴികളും എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് നടുവിലായി പിന്നെ അരുവികൾ ഒഴുകുന്നു. വെള്ളാരങ്ങളിലുള്ള അരുവികളാണ് ഇവിടെ മുഴുവൻ. പുൽമേടുകളിൽ മഞ്ഞപ്പൂക്കൾ മിക്ക ഭാഗങ്ങളിലും നിറയെ പൂത്തിരിക്കുന്നു. ഓൾഹൂസൻ ഒരു ചെറിയ ഗ്രാമമാണെങ്കിലും ഈ ചെറിയ ഗ്രാമം സിസിൻ്റെ സമൃദ്ധമായ ഭൂമിയുടെ ഭാഗമാണ്. ഒരു ചെറിയ സ്ഥലം, പക്ഷെ വലിയ ദൃശ്യങ്ങൾ. ട്രെയിനിൽ കയറി യാത്ര ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം ആകർഷിക്കുന്നത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാകുന്നു. പാടങ്ങൾ, നദികൾ, പ്രകൃതി പ്രപഞ്ചം പൂർണ്ണമായും എല്ലാം ഒറ്റ ഫ്രെയിമിൽ കിട്ടുന്നു. നമ്മൾ ചെറിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ വഴിയാണ് കടന്നു പോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ സൈക്കിള് വളരെ കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ബാസ്കറ്റ്ബോൾ കോർട്ട്, മഞ്ഞപ്പൂക്കള് ഈ പാടശേഖരത്ത് നിറയെ ഉണ്ട്. ചിലയിടത്തെല്ലാം നിറയെ പൂക്കളാണ്.
ഓൾഹൂസൻ മുതൽ ലൂസെൻ വരെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യത്തെ വലിയ കാഴ്ചകൾ ഹെൽഗൻബുർഗ് എന്ന മലയുടെ പരിസരമാണ്. ഇവിടെ ഉയർന്ന മലകളിലേക്കുള്ള കാഴ്ച ഒരു ശാന്തമായ ആത്മസ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നു. മലകളുടെ മുകളിൽ സുന്ദരമായ പുൽമേടുകൾ, അവയുടെ നടുവിൽ വിശാലമായ ഗ്രഹങ്ങൾ, നദികളുടെയും തടാകങ്ങളുടെയും പരലായി യാത്രയിൽ പുതിയ രൂപങ്ങളും നിറങ്ങളും സൃഷ്ടിക്കുന്നു. മനുഷ്യരുടെ ദൃശ്യങ്ങൾ, അവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങൾ, വലിയ മലകളുടെ മുകളിലായുള്ള നാടൻ കാഴ്ചകൾ എല്ലാം പ്രകൃതിയുടെ ശക്തിയെ തിരിച്ചറിയാനുള്ള ഒരു കാഴ്ചകളാണ്. മനോഹരങ്ങളായ വീടുകൾ, പൂക്കൾ നിറഞ്ഞ പുൽമേടുകൾ, ഓൾഹൂസൻ മുതൽ ലൂസെൻ വരെ വരുന്ന സമയത്ത് ട്രെയിൻ ഓടുന്ന ദൂരങ്ങളിൽ നഗരത്തിൻ്റെ അടുത്തുള്ള സ്ഥിതികൾ നമ്മെ വിലയിരുത്തലിനും ആസ്വാദനത്തിനും തുറന്നു കാണിക്കുന്നു. വള്ളികൾക്കിടയിൽ താമസിക്കുന്ന ചെറിയ വീടുകൾ, തുറസായ പാലങ്ങൾ, പാടങ്ങളിലെ ലളിതമായ വരമ്പുകൾ എല്ലാം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവമാണ്. നമ്മളിപ്പോൾ ഒരു ചെറിയ കാട് സൈഡ് വഴിയാണ് ഇപ്പം പോകുന്നത്. എല്ലാം മരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നു. വീണ്ടും പുൽമേടുകളായി. ലൂസെൻ നഗരത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ശാന്തതയും ആകർഷണവും അനുഭവപ്പെടുന്നു. നഗരത്തിലെ ചെറിയ തെരുവുകൾ, വിവിധമായ ആവിഷ്കാരങ്ങൾ സ്വിസിൻ്റെ സമ്പന്നമായ സംസ്കാരത്തിൻ്റെയും ലളിതമായ നിറങ്ങളുടെയും ചിത്രങ്ങൾ നൽകുന്നു. സമൃദ്ധമായ പ്രകൃതി, മനോഹരമായ പകൽ, പാടങ്ങൾ ഇവയെല്ലാം ശുദ്ധമായ ആകർഷണങ്ങളാണ്. ഈ ട്രെയിൻ യാത്രയിൽ സ്വിസ് പ്രകൃതിയുടെ അവിസ്മരണീയമായ കാഴ്ചകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ശാന്തതയും സമാധാനവും ഓരോ ഘട്ടവും കാണിക്കുന്നു. പാടങ്ങൾ, മലകൾ, തടാകങ്ങൾ പ്രകൃതിയുടെ മഹത്വത്തെയും മനുഷ്യൻ്റെ അർപ്പണബോധത്തെയും ഒപ്പം ജീവിതാനുഭവത്തിൻ്റെ മഹത്വത്തെയും പ്രകടിപ്പിക്കുന്നു. നാട്ടുപ്രദേശങ്ങളിലൂടെ എന്നാൽ ഒരു വലിയ നഗരത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ അനുഭവപ്പെടുന്ന പ്രകൃതിയുടെ നന്മകൾ നമ്മുടെ ആത്മാവിനെ സമാധാനത്തിലേക്ക് എത്തിക്കും. യാത്രയുടെ പാതയിൽ നമ്മൾ കണ്ട ദൃശ്യം ഒരു മാറ്റത്തിൻ്റെ സന്ദേശമാണ്. നമ്മുടെ മനസ്സിലുള്ള ആശങ്കകൾ പ്രകൃതിയുടെ സുന്ദരമായ അനുഭവം ഉപയോഗിച്ച് മാറ്റം സൃഷ്ടിക്കുന്നു. ഇവിടെല്ലാം ആപ്പിൾ മരങ്ങളൊക്കെ പൂത്തൊളിഞ്ഞ് നിൽപ്പുണ്ട്. ഓൾഹൂസൻ മുതൽ ലൂസെൻ വരെ നടത്തുന്ന ട്രെയിൻ യാത്ര പ്രകൃതിയുടെ മാജിക്കൽ സൗന്ദര്യവും യഥാർത്ഥമായ നഗരപരിഷ്കാരവും അതിൻ്റെ പ്രത്യേകമായ സംസ്കാരവും അനുഭവിക്കുന്ന ഒരു ദാർശനിക യാത്രയാവുന്നു. ഓരോ വഴിയിലും ഓരോ ഭാഗത്തും ഓരോ വേറിട്ട അനുഭവം പ്രകൃതിയുടെ എല്ലായ്പ്പോഴും മാറുന്ന ഭാവനകളെ ഉൾക്കൊള്ളുന്നു. നമ്മൾ ഈ യാത്രയുടെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് അടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ലൂസേണിലേക്കാണ് എത്തുന്നത്. ഇതിനകത്ത് ലൂസേൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് അടുത്ത ട്രെയിനിൽ കയറുന്നതും കാര്യങ്ങളും എല്ലാമാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ലൂസേൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.